രാവിലെ എണീറ്റാലേ എവിടുന്നാ തുടങ്ങാൻ എന്താ തുടങ്ങാമെന്ന് വരെ എന്തോ ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ പകുതിക്കുന്നൊക്കെ അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിക്കുള്ള മുട്ട റോസ്റ്റ് ആദ്യം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ എപ്പോഴും കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ ചുട്ടിങ്ങനെ കൊടുത്താൽ മതി. അപ്പോഴേക്ക് കറി സെറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ചുടലും കൂടെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നേരം വൈകും. എന്നൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ഓരോ ദിവസം എനിക്ക് ഓരോ തോന്നലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എൻ്റെ പണിയൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ കടിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം, കുട്ടികൾക്കുള്ള വെള്ളം, എനിക്ക് ജിമ്മക്കുള്ള വെള്ളം, പണിക്കാർക്കുള്ള വെള്ളം, വീട്ടിൽ കുടിക്കാനുള്ള വെള്ളം, അങ്ങനെ എല്ലാ വെള്ളം കൂടെ പിടിച്ച് വെച്ചിട്ടോ രാവിലെ തന്നെ. അങ്ങനെ ആ ഭാഗം ക്ലിയർ ആയി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ വെള്ളം കാര്യം അതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ടൈം അങ്ങനെ പോകും. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇവർക്ക് വേണമെങ്കിൽ സ്കൂൾക്ക് കൊണ്ടുപോകും ചെയ്യാൻ എഴുതിയിട്ട് ചപ്പാത്തി ഉണ്ടെങ്കിൽ പിന്നെ അധികം ഇവിടുന്ന് കഴിക്കും കൊണ്ടുപോകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സ്കൂളിട്ട് വന്നാലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. ചട്ടിയിലും വേറെ വലിയ പാത്രത്തിൽ വന്നിട്ട് കുഴച്ചാലൊന്നും എനിക്കത് സെറ്റായി കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തിണ്ടത്തിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. രാത്രിയൊക്കെ ഞാൻ തുടച്ചിട്ടതാണെങ്കിലും രാവിലെ എണീറ്റ് വന്നാൽ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി വെക്കും കേട്ടോ. എന്തായാലും നമ്മുടെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തിണ്ടിലിട്ട് കുഴക്കുന്നത് കേട്ടോ. നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യാറുള്ളൂ കേട്ടോ. ചില ആൾക്കാർ ഈ തിണ്ടിലിട്ട് പരത്താറുണ്ട്, പക്ഷേ അങ്ങനെ എനിക്ക് സെറ്റ് ആവണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു പലക പോലത്തെ ഈ ഒരു സംഭവം എടുത്തിട്ടുള്ളത്. ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെ എനിക്കും കുട്ടികൾക്കൊക്കെ വൈകും കേട്ടോ. കാരണം ഇവർക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാണ്ടാക്കും വേണം ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, കൂട്ടാൻ ഉണ്ടാക്കൂല കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു ചപ്പാത്തിന് കൊടുത്തു വിടലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബസ് പോകും, അത്രയും വൈകാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ കുഞ്ഞാക്കാനെ ഹെൽപ്പിന് വിളിക്കാറുണ്ട് കേട്ടോ. അതായത് ചുടാൻ കേട്ടോ. നേരം വൈകുന്നു വിചാരിച്ചിട്ടാണ്, അല്ലാതെ പണിയെടുക്കുന്ന മടി കൊണ്ടൊന്നല്ല കേട്ടോ. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്. എനിക്ക് നൂൽപുട്ടും പത്തിരിക്കാണ് കേട്ടോ തീരെ ഇഷ്ടമില്ലാത്തൊരു കടികൾ ഇഷ്ടമാണ്, പക്ഷേ ഇതൊന്നും ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഏകദേശം പരത്തലും കാര്യങ്ങളൊക്കെ കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇവിടെ ക്ലീനിങ്ങും ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു തിണ്ടത്ത് വേറെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. എത്രത്തോളം പണി നമ്മൾ എങ്ങനെയൊക്കെ ഒരുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് തിരിച്ച് പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഒക്കെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വന്നപ്പോഴേക്ക് പാലൊക്കെ ഫുള്ള് തിളച്ച് പോയിട്ടുണ്ട്. തിളച്ച് പോകാൻ കാരണം എൻ്റെ അടുത്ത് തെറ്റ് തന്നെയാണ്. കാരണം സച്ചും ഫാദിയും കൂടെ മദ്രസ ഇട്ട് വന്നപ്പോൾ അവരുടെ മദ്രസത്തെ കഥ കേൾക്കാൻ കുത്തുന്നതാണ് കേട്ടോ. അതിനോടുകൂടി പാലൊക്കെ തിളച്ച് പോയി. എത്ര തിരക്കിട്ട പണിയാണെങ്കിലും സ്കൂളിൽ നിന്ന് വന്നാലും മദ്രസ നിന്ന് വന്നാലും അവരുടെ കാര്യങ്ങളും കഥകളൊക്കെ കേട്ടിട്ട് ഞാൻ ബാക്കി പണി എടുക്കാറുള്ളൂ കേട്ടോ. അതിനിപ്പോൾ എത്ര വൈകിയാലും കുഴപ്പമില്ല, അത് ഞാൻ കേൾക്കും. അവർ പോയി കഴിയുന്നത് വരെ ഒരു ചെറിയൊരു യുദ്ധമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിലും വലിയ യുദ്ധം, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ്. ഏകദേശം പാത്രങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നതിനിടയിലും കടി ഉണ്ടാക്കുന്നതിനിടയിലും ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ കുറേശ്ശെ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി തീർക്കും. പക്ഷെ എന്നാലും ഉണ്ടാവും ഇഷ്ടം പോലെ പാത്രം. അങ്ങനെ അവരൊക്കെ വിട്ടുങ്ങാണ്ട് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. എത്ര സെറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഇവർ രണ്ടുപേരും വന്നാൽ പിന്നെ ഇതിലായിരിക്കും കേട്ടോ. അവരുടെ രണ്ടാളെയും തല്ലും കുത്തും കളിയും ഫുട്ബോൾ കളിയും എല്ലാം ഈ ഒരു ബെഡിലായിരിക്കും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ക്ലീൻ ആക്കി വെക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നാലും എനിക്ക് അങ്ങനെയാണ്. ചോറും കൂട്ടാനൊന്നും ചിലപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ ചെല്ലൊന്നുമില്ല, പക്ഷേ ഈ ഒരു ക്ലീനിങ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അടിക്കാനും തുടക്കാനൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഇതിങ്ങനെ ഈ ബെഡ് അങ്ങനെ ക്ലീൻ ആയി കിടക്കണത് കാണാൻ നല്ല രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ സൗകര്യം കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും അതിനനുസരിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കൂടെ തന്നെ ലൈക്കും.